ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ രൂപപ്പെടുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്ത സമൂഹമാണ് മിശിഹാനുകരണ സന്യാസിനി സമൂഹം. കീറിയും വ്രണപ്പെട്ടുമിരിക്കുന്ന സമുദായ ശരീരത്തെ എങ്ങനെ സൗഖ്യത്തിലേക്ക് നയിക്കാനാകും? ഈ ചിന്തയിൽ നിന്നാണ് ഈ സമൂഹത്തിൻ്റെ തുടക്കം. ആധ്യാത്മികമായ ഉന്നതിയാണ് മാർ ഇവാനിയോസ് പിതാവ് ആഗ്രഹിച്ചത്. വൈദികരുടെ ഉയർച്ച സഭയുടെ ഉയർച്ചയാണെന്ന് മനസ്സിലാക്കി ഷമ്മാശന്മാരെ ഉന്നത വിദ്യാഭ്യാസം നൽകി നിലവാരമുള്ള വൈദികരാക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം. ഭാരതത്തിൻ്റെ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പലവിധ ചിന്തകൾ അദ്ദേഹത്തെ മഥിച്ചു. പിന്നീട് ചിന്തകൾ കൂടുതൽ തെളിമയാർന്നപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപനമാണെന്ന് അടിയുറച്ച ബോധ്യം അഭിമന്യ പിതാവിന് ഉണ്ടായി. ഏറ്റവും പ്രസക്തമായ ഒരു സംഗതി സമുദായ ഉദ്ധാരണത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളിലും പദ്ധതികളിലും അദ്ദേഹം സ്ത്രീകളെയും ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആദ്യം മുതൽക്ക് തന്നെ അദ്ദേഹം അവർക്ക് ഉചിതമായ സ്ഥാനം നൽകി. പുരുഷനോടൊപ്പം സ്ത്രീക്കും സമുദായത്തിൻ്റെ നവീകരണത്തിൽ പുനരുജ്ജീവനത്തിൽ സവിശേഷമായ പങ്ക് വഹിക്കാനുണ്ട് എന്ന് അദ്ദേഹം സംശയലേശമെന്നെ വിശ്വസിച്ചിരുന്നു. അക്കാരണത്താൽ സ്ത്രീക്ക് അടുക്കളയ്ക്കപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല എന്ന് സാമാന്യജനം കരുതിയിരുന്ന അക്കാലത്ത് MAHN ഉത്കൃഷ്ടമായ കുടുംബങ്ങളിൽ നിന്നും 13 പെൺകുട്ടികളെ കണ്ടെത്തുകയും വിദ്യാഭ്യാസം നൽകി അവരിലുള്ള എല്ലാ കഴിവുകളും ഉണർത്തിയെടുത്ത് സമുദായ നന്മയ്ക്കായി വിനിയോഗിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് കൽക്കട്ടയിലെ ബാരിസോളിലേക്ക് അയച്ച് ഓക്സ്ഫോർഡ് മിഷണറി സിസ്റ്റേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ പഠിപ്പിച്ചു. എന്നാൽ സ്ത്രീകളെക്കുറിച്ചുള്ള വന്യപിതാവിൻ്റെ പ്രതീക്ഷകൾ അതിനപ്പുറമായിരുന്നു. സഭയിൽ കൂടുതൽ ഉത്കൃഷ്ടമായ സേവനം ചെയ്യുവാൻ ആയുസ് മുഴുവൻ ദൈവത്തിനായി സമ്പൂർണമായി സമർപ്പിച്ച് കന്യകകളായി ജീവിക്കുന്ന സ്ത്രീകൾക്ക് സാധിക്കും എന്നുള്ള വലിയ ബോധ്യം പിതാവിനെ ഏറെ സ്വാധീനിച്ചു. തൽഫലമായി മലങ്കര കത്തോലിക്ക സഭയുടെ പുരോഗതിക്ക് വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീകൾ മാത്രം പോരെന്നും കുടുംബങ്ങളുടെ പുരോഗതി മലങ്കര സഭയുടെ പുരോഗതിക്കേറ്റ ആവശ്യമായിരിക്കാലും ഒരു ഗൃഹത്തിൻ്റെയും പരിശുദ്ധ സഭയുടെയും ഉള്ളറകളിൽ ദൈവത്തിനുള്ള സ്ഥാനം സ്ത്രീ ജനങ്ങളുടെ മനോഗതിക്ക് അനുസരിച്ചാകയാൽ ഈ ആനുകൂല്യ ഭാവം സ്ത്രീകളിൽ ഉളവാക്കുവാനുള്ള പരിശ്രമത്തിന് ഏറ്റവും അനുയോജ്യരായവർ സ്ത്രീകൾ തന്നെയാണ് എന്നുള്ള ബോധ്യത്തിൽ സമർപ്പിതരായ സ്ത്രീകളും മലങ്കര സഭയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം തീവ്രമായി ആഗ്രഹിച്ചു. തൽഫലമായി മലങ്കരയിലെ അർത്ഥനികൾ, അവരിൽ 3 പേർ 1925 സെപ്റ്റംബർ 21 ഷൈന, ഹൂബ, ധനഹ എന്നീ സന്യാസനാമങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായി പ്രതിഷ്ഠിച്ച് ആദ്യ സന്യാസിനികളായി. അങ്ങനെ ബഥനി സന്യാസിനി സമൂഹം രൂപം കൊണ്ടു. സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ആവിഷ്കരണമാണ് സന്യാസം. ഈ സ്വയാവിഷ്കാരം സേവനത്തിനായുള്ള അനന്ത സാധ്യതകളും പ്രദാനം ചെയ്യുന്നു. മലങ്കര സഭയിൽ സ്ത്രീകൾക്കായുള്ള സന്യാസം നിഷിദ്ധമായി കണക്കാക്കിയിരുന്ന ഒരു കാലയളവിൽ ക്രാന്തദർശിയായി ആത്മീയ ആചാര്യനായി സ്ത്രീകൾക്ക് സന്യാസ സമർപ്പണത്തിലൂടെ സ്വയാവിഷ്കാരത്തിൻ്റെയും സേവനത്തിൻ്റെയും അനന്തമായ സാധ്യതകൾ തുറന്നു നൽകിയ വന്യപിതാവിൻ്റെ ദർശനങ്ങൾ പുനരൈക്യ പ്രസ്ഥാനത്തിലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരംഭത്തിലും വളർച്ചയിലും
പങ്കുപറ്റുന്നതിന് സമർപ്പിതരെ ബലപ്പെടുത്തി എന്ന വസ്തുത നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. അതുകൊണ്ട് തന്നെ മലങ്കര സഭയുടെ ചങ്കാകുവാനും ദൈവ സാന്നിധ്യത്തിൻ്റെ സ്വാംശീകരണമായി വളരുവാനും ദൈവസമ്പാദനം ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി തീർക്കുവാനും മലങ്കരയിലെ സന്യസ്തർക്ക് സാധിക്കുന്നു. സഭയുടെ വളർച്ചയ്ക്കും ആധ്യാത്മികമായ നവോത്ഥാനത്തിനുമായി അക്ഷീണം പ്രവർത്തിക്കുകയും സഭയുടെ ആധ്യാത്മികത അതിൻ്റെ തനിമയിൽ നിലനിർത്തിക്കൊണ്ട് കത്തോലിക്ക വിശ്വാസത്തിനും പാരമ്പര്യത്തിനും കൗദാശിക ജീവിതത്തിനും പ്രാധാന്യം നൽകി പരിപോഷിപ്പിക്കുന്നതിൽ ബഥനി എന്നും ശ്രദ്ധാലുവാണ്. കേരളത്തിനകത്തും ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമായി വിവിധ ഭദ്രാസനങ്ങളായി 400ഓളം ഇടവകകളിൽ ബഥനി സന്യാസിനികൾ സഭയുടെ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്നു എന്ന സന്തോഷം അറിയിക്കട്ടെ. ബഥനി മക്കൾ ഞങ്ങൾ